എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ നോമ്പ് പകുതി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. ഞാനാണെങ്കിൽ അത്താഴത്തിന് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. പിന്നെ സുബഹി ഓതലായി അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് പിന്നെ കുറേ ടൈം നമുക്ക് കിട്ടും. ഇപ്പം ചിലര് നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഉറങ്ങത്തില്ല കേട്ടോ. ഇവിടെ ഞാനായാലും നിസ്സാർക്കായാലും രാവിലെ അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഒരു പതിവില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും മുറ്റത്തൊക്കെ നല്ല ഇതുപോലെ ഇലയും പൂക്കളും ഒക്കെ വീണിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്നാ പിന്നെ അതൊക്കെ ഒന്ന് മുറ്റം അടിച്ചേക്കാന്ന് കരുതി. കൈക്കും ഒരു എക്സസൈസ് ആവും, പിന്നെ മുറ്റം കാണുമ്പോഴും ഒരു ഭംഗിയാവും. അപ്പൊ ഈ ഇതുപോലെ ചെടികളൊക്കെ എടുത്തു വെച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പൊഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ സനമോളാണെങ്കിൽ ഇപ്പം ഇവിടെയൊക്കെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ വിചാരിച്ച് എന്നാ ഒന്ന് ക്ലീൻ ആക്കി എല്ലാം ഇട്ടേക്കാം. പഴയ തലമുറയിലുള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെപ്പോലെ കൈവേദന കാലുവേദന എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവത്തില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ല മേലനങ്ങി പണി ചെയ്യുന്നവരായതുകൊണ്ടാണ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് ഇല്ലാത്തത്. പക്ഷെ നമ്മുടെ ആ ഒരു ഇതിൽ നമ്മളൊക്കെ മടിച്ചികളെന്ന് തന്നെ പറയാം അല്ലേ. എല്ലാം യന്ത്രങ്ങളല്ലേ നമ്മൾ സഹായം തേടുന്നത്. ഇപ്പൊ തുണി നനയ്ക്കാനായാലും വാഷിംഗ് മെഷീൻ, പിന്നെ അരയ്ക്കാനാണെങ്കിൽ നമ്മൾ ചോപ്പർ എടുക്കും, മിക്സി എടുക്കും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ യന്ത്രത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇപ്പൊ എന്നെ പോലുള്ളവർക്കൊക്കെ കൈവേദനയും കാലുവേദനയൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അപ്പൊ കിട്ടുന്ന സമയം ഇതുപോലെയൊക്കെ എന്നാ പിന്നെ ചെയ്യാന്ന് കരുതിയിട്ടാണ് ആ ഉള്ള സമയം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെയൊക്കെ ജോലി ചെയ്തേ. കണ്ട പൂക്കൾ അവിടെ എവിടെയായിട്ട് നല്ല പൂത്ത് നിൽക്കുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ പരിപാലനമൊന്നും നടക്കുന്നില്ല കേട്ടോ. അതെ കണ്ട ചൂടുണ്ട്, നല്ല ചൂട്. കാരണം പിച്ചിയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോസയ്ക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വളം ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ വിചാരം ഇപ്പം അങ്ങോട്ട് നടത്താനായിട്ട് ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് തീരെ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച ഇതുപോലെ പൂത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാമെന്ന് കരുതി. അപ്പം ഇവിടെ ഈ ചെടികളുടെയൊക്കെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ. അതിങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നത് കാണുമ്പം അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പം നിങ്ങളുടെയൊക്കെ നോമ്പൊക്കെ എങ്ങനെയാണ് പോകുന്നത്? സമയം കിട്ടുമ്പം നിങ്ങളും കമൻസിലൂടെ നിങ്ങളുടെ വിശേഷങ്ങളൂടി അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ അവിടെ റിസ്വാനും സുൽത്താനും ഒക്കെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി തന്നെയാണ് പോണത്. അതിൽ റിസ്വാൻ കുറച്ച് മടിയാണ് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്, എന്നാലും പാവം ഉണ്ടാക്കും കേട്ടോ. പിന്നെ സുൽത്താൻ പിന്നെ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചില സമയം വീക്കെൻഡിൽ ഇപ്പം നമ്മുടെ റിസ്വാൻ സുൽത്താൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെയും നോമ്പ് തുറയൊക്കെ പോകുന്നത് കേട്ടോ. പിള്ളേരുടെയൊക്കെ ആകുമ്പോഴേക്ക് ഇപ്പം സുൽത്താൻ്റെ റിസ്വാൻ്റെ എന്നല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ മക്കളായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നോമ്പൊക്കെ ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് കരുതി. ശരിക്കും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഈ ഇവിടം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ വീട് പണിതപ്പം നിസാറിക്കടുത്ത് പറഞ്ഞ് നമ്മൾ ചെയ്തതാണ് ഇങ്ങനെ ഒരു വരാന്ത. അത് നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട്. പിന്നെ നോമ്പൊക്കെ ആയത് കാരണം ഇത് വന്നിട്ട് ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. ഇത് ഇൻഡസ് വാലിയുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റോക്ക് പോട്ടും അതുപോലെ തന്നെ 5 പീസ് കുക്ക് വെയർ കോംബോ സെറ്റും ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഞാൻ ഇതിനു മുൻപ് ഈ ഇൻഡസ് വാലിയുടേത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങൾ നമ്മളുടെ സലു കിച്ചൻ വ്യൂവേഴ്സിന് സലു 12 എന്നുള്ള കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ്. ശരിക്കും ഇത് നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ എന്ത് ചെയ്തത്, കൂന്തലിൻ്റെ തലയെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൂന്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണവ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പേരെന്നുള്ളത് ഓരോരുത്തരും നാടും പേരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിത് ഒരുപാട് വർഷം മുൻപ് ഈ സംഭവം ഉണ്ടാക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ റീസെൻ്റ് ആയിട്ട് ഇതങ്ങ് ട്രെൻഡിങ് ആയതാണ്. അപ്പോഴേക്ക് ഞാൻ ഈ കൂന്തൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് പാകത്തിനുള്ള കിട്ടിയില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സൈസിലുള്ളതാണ്. ഇതല്ല, ഇതിൻ്റെ അടുത്തൊരു സൈസാണ് നമുക്ക് വേണ്ടത്. തീരെ വലുതുമല്ല. എന്തായാലും നമ്മളുടെ കടായി, നമ്മളുടെ ഇൻഡസ് വാലിയുടെ കടായി തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം പെരിഞ്ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പം നമുക്ക് ഇത് നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഇത് അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഇതിനു മുൻപ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എനിക്കിത് അറിയാം ഇതിനെക്കുറിച്ച്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണം. ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിന് കണ്ടോ, ഇതിൻ്റെ 2 സൈഡിൽ നല്ല സിലിക്കോൺ ഹാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് അങ്ങനെ തട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. ഇപ്പം ലിഡ് കണ്ടോ, ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ ചില സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, അടുക്കി പിടിക്കും. പക്ഷെ ഇത് അടുക്കി പിടിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ, നല്ലതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഞാനിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ആ പൊടികൾ നമ്മൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതാ കണ്ട, ഇതിപ്പം നിങ്ങൾക്കിപ്പം ഞാൻ ഈ വഴറ്റി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. എപ്പോഴും നമ്മൾ സ്റ്റീല് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പം ചുവട് കട്ടിയുള്ള പാത്രം തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പം എന്താ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവയുടെ തലയൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണുമതൊക്കെ റിമൂവ് ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മഷി പൊട്ടിയിട്ട് പുറത്തേക്ക് വരും. അപ്പം ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ആ തല ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും മാത്രമേ നമ്മളുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം അത് കുക്കാവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ മസാലയും കണവയും ഒക്കെ കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം അതാ കണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വെള്ളം ഒട്ടും ഒഴിക്കുകയേ ചെയ്യരുത് കേട്ടോ. അതുപോലെ കണവയൊക്കെ ആകുമ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യാനും പാടില്ല. ഓവറായിട്ട് കുക്ക് ചെയ്താലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ റബ്ബർ പോലെ ആവും. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വായിൽ ഒരു സൈഡിലിട്ട് മറു സൈഡിലേക്ക് എടുക്കുക, അങ്ങനത്തെ ഒരു പരുവത്തിലാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് പകുതി തക്കാളി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് നീരുള്ള തക്കാളി അല്ല ചേർത്തത് കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പോളം തേങ്ങ എടുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം, എങ്കിൽ ആ ഒരു നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാം ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതുപോലെ ഇളക്കിയെടുക്കണം മസാല. അപ്പം ആദ്യം നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും മസാല മതിയോ എന്നൊക്കെ തോന്നത്തില്ലേ. ഈ കാണിച്ചതിന് ഇത്രയും മതി. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇത് തണുക്കാനായിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തണുക്കണം. അങ്ങനെ ഇപ്പം നമ്മൾ ഇത് തണുക്കാനായിട്ട് എടുത്ത് ഞാൻ വെച്ചത് ഇവിടെ നല്ലതുപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പം കണവ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വൃത്തിക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാവട്ടം കണ്ടോ വളരെ ചെറുതാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു സ്പൂണ് എനിക്കിങ്ങനെ വെക്കുമ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ 4 വർഷം മുൻപ് ഞാൻ കൂന്തൽ നിറച്ചത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് എന്തോ ട്രെൻഡിങ് ആയി. എന്നാൽ ചില സംഭവങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ആ ഒരു സംഭവം അവിടെ ട്രെൻഡിങ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ, 4 വർഷം മുന്നേ ഉള്ള എൻ്റെ വീഡിയോ. അപ്പം ഞാൻ ഒരു നമ്മളുടെ ടൂത്ത് പിക്കില്ലേ, ഉപയോഗിക്കാത്തതാണ് കേട്ടോ, ഇതുപോലൊന്ന് കുത്തി എടുക്കണം. കുത്തി അങ്ങ് വെക്കണം കേട്ടോ. അതങ്ങ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സീൽ ചെയ്യുന്നത് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ടൂത്ത് പിക്കൊന്നും ഇല്ലാത്തവർ ഈർക്കിലുണ്ടെങ്കിൽ ഈർക്കിലിട്ടിട്ട് കുത്തിയെടുത്താലും മതി. ടൂത്ത് പിക്ക് ആകുമ്പോൾ എളുപ്പമാണെന്നേ, ആ കുത്തൽ കറക്റ്റായിട്ട് കൊള്ളും. ഇതിൻ്റെ ഈ കണവയുടെ തോലിന് കുറച്ച് കട്ടിയുള്ളതല്ലേ. അപ്പോൾ ബാക്കി ഇരിക്കണത് നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കണം. അന്ന് ഞാൻ ഉണ്ടാക്കിയതിലാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയ കൂന്തൾ നല്ല നീളമുള്ളതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം കിട്ടിയത് കണ്ടില്ല. ഒന്നാതിപ്പം സീസൺ അല്ല, നമ്മളെ ഇവിടെ തിരുവനന്തപുരത്ത് കേട്ടോ, സീസൺ അല്ല. പിന്നെ ഞാനിങ്ങനെ നോക്കി അന്വേഷിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ എനിക്ക് കിട്ടിയതാണ് ഈ കൂന്തൾ എന്ന് പറയുന്നത്. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി ഞാൻ കിടന്ന് മെനക്കെടും കേട്ടോ. ആ സംഭവം കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ ഞാൻ ചെല്ലും.
പോയി കൊണ്ടുവരാനായിട്ട് നോക്കും. ദേ കണ്ട. എന്നിട്ട് നമുക്കിതാ വീണ്ടും ഇത് ഇതുപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. കണ്ട, എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പം ഇനി ഇത് ആവിയേറ്റി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതാ നമ്മളുടെ ആവിയേറ്റുന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആവി വെക്കുന്ന ഈ ഒരു പാത്രവും പലരും എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇൻഡസാലി തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ വർഷമായി കേട്ടോ വാങ്ങിയിട്ട്. ഇതും നല്ല യൂസ്ഫുൾ ആണ് എനിക്ക്. അപ്പം എന്താ ഇത് ആവിയേറ്റാനായിട്ട് എല്ലാം ഇത് ചെറിയ കണവയായതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അത് അവിടെ ഇരുന്ന് ആവിയേറ്റട്ടെ. ഒരു 10 മിനിറ്റ് ആവിയേറ്റിയാൽ മതി കേട്ടോ. കൂടുതൽ ചെയ്യരുതേ. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം റബ്ബർ പോലെ ആവും. അപ്പോൾ സംഭവം എന്താ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട, എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പം ഈ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സ്വീറ്റ് തയ്യാറാക്കാന്നേ. ഞാൻ കുറേ നാളായി അല്ലേ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന നമ്മുടെ ജെല്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ജെല്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ജെല്ലി പൗഡറിൻ്റെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ആ ഒരു ഉണ്ടാക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളമാണ് കേട്ടോ, ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുകയാണ്. കട്ട ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ കലക്കിയെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഈ സമയം നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് പുഡിങ്ങൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് നല്ല തണുപ്പിച്ചിട്ടുള്ള പുഡിങ്ങൊക്കെ. അപ്പം നമ്മുടെ ഈ ഒരു പോട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് 500 ml വെള്ളമാണ് ഞാനിപ്പം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിള വരാറാകുമ്പോഴേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ശരിക്ക് എളുപ്പമാണ് ജെല്ലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം അവരാ പറയുന്നതനുസരിച്ച് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ വേഗം ആവും. അപ്പം ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചിട്ട് ഇപ്പോഴേ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെളിയിലിരുന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പം മറ്റൊരു ബൗൾ എടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മാംഗോയുടെ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഈ ഒട്ടും കട്ട ഇല്ലാത്ത രീതിയിൽ നമ്മളിതൊന്ന് കലക്കി കൊടുക്കണം. പാലൊഴിക്കുമ്പോൾ എപ്പോഴും തണുത്ത പാല് വേണം ഇതുപോലെ ഒഴിച്ചിട്ട് കലക്കിയെടുക്കാൻ. പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്ത കുറേ പേരുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനത് അവിടെ വെച്ചിട്ട് നേരെ മോള് ആഹാരം കൊടുക്കാൻ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കാണാൻ വന്നതാണ്. വന്നപ്പോ സനമോള് കണ്ട ഇങ്ങനെയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ കുറേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. അപ്പം 2-3 സ്റ്റെപ്പ് എടുക്കുമ്പോ ചിലപ്പോ ഇവിടെ വന്ന് മറിഞ്ഞു വീഴുകയും ചെയ്യും കേട്ടോ. പിന്നെ പിള്ളേരല്ലേ, അവര് വീണും മുറിഞ്ഞും ഒക്കെ തന്നെയല്ലേ വളരേണ്ടത്. അപ്പൊ ഇവിടെ നടത്തി വെച്ചൊക്കെയാണ് ഇവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതേ. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എപ്പോഴും ഇടുന്നത് കേട്ടോ. കാരണം സനമോള് ഇപ്പൊ കളിക്കാനും ഇതുപോലെ കഴിപ്പിക്കാനും ഒക്കെ നമ്മൾ ഇവിടെ ആയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അത് അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നടക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. കഴിക്കുന്ന കാര്യത്തിലാണ് ഭയങ്കര പിന്നോക്കം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിർബന്ധിപ്പിച്ച് നമ്മൾ കഴിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമ്മളുടെ പാല് ഞാൻ എടുത്തത് തിളയ്ക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. നമ്മളുടെ ഈ ഒരു പോട്ടിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അടി കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ളൊരു ബോട്ടം പാനാണ് കേട്ടോ ഇത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പാലൊന്നും അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മധുരത്തിന് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോഴെപ്പോഴും നമ്മൾ ആ ഒരു മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് അടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഒരുപാട് അങ്ങ് ഓവറായിട്ട് ഫ്ലെയിം വെച്ച് കളയരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ആ ഒരു ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനിയിപ്പം ഒരു വിസ്ക് കൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ തിള വരുന്നതിന് തൊട്ട് മുൻപ് നമുക്കത് കാണുമ്പോൾ അറിയില്ല. ആ സമയത്ത് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെനില എടുക്കാം, ഏത് ഫ്ലേവർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം. പൈനാപ്പിൾ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഇതിപ്പം ഞാൻ മാംഗോ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് മാംഗോയുടെ കസ്റ്റർഡ് പൗഡർ എടുത്തത്. അപ്പം നമ്മളുടെ
ജെല്ലി ഇവിടെ മാംഗോയുടെ ജെല്ലിയാണ് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. അതിവിടെ ഇതാ കണ്ട സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അരികൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. കളയേണ്ട ബ്രെഡിന്റെ അരികിനെ നമ്മൾ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, മാറ്റി വെച്ചിട്ട്. അപ്പം നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ട ട്രേയിലേക്ക് ഞാൻ ദാ ഫസ്റ്റ് ഒരു ലെയർ ഇതുപോലെ കസ്റ്റേർഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. ശരിക്കും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് തന്നെയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈദിന്റെ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ തന്നെ പല 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 വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കേട്ടോ, സലു കിച്ചൻ പുഡിംഗ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എൻ്റെ അടുത്ത ലെയറിൽ നമുക്ക് ഇതുപോലെ ബ്രെഡിന് മീതേതാ ഇതുപോലെ തന്നെ ഈ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ലെയർ ചെയ്ത് എടുക്കാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ അത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും ഇങ്ങനെ ചെയ്യാവൂ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്തൊക്കെയാണോ നമ്മളുടെ രീതിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ നല്ല അടിപൊളി പുഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വീണ്ടും ബ്രെഡ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ശരിക്കും നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് അറിയത്ത് പോലും ഇല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് ബ്രെഡാണെന്ന്. അപ്പൊ ഈ പെരുന്നാളൊക്കെ വരുമ്പം ഒരുപാട് പേര് ഇതുപോലെ ഡെസേർട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഡെസേർട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ഏതാണെന്നും കൂടി ഒന്ന് പറയുക കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇതിപ്പോ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസേർട്ടാണ്. അപ്പം നല്ലതുപോലെ നമ്മൾ ഒരു കസ്റ്റർഡ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് പിസ്ത പൊടിച്ചത് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മളുടെ ജെല്ലി ഞാൻ സെറ്റായത് ഒന്ന് ഒരു കത്തി കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടുമ്പോൾ തന്നെ ആ ജെല്ലി എല്ലാം കറക്റ്റ് പരുവത്തിന് വരും. അപ്പം എപ്പോഴും നമ്മൾ ജെല്ലി അവരെ പറയുന്ന ആ ഒരു കണക്കിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതുപോലെ ഏത് സാധനമായാലും നമ്മൾ പുതിയത് തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ, അപ്പോഴേ ആ ഒരു കറക്റ്റ് രീതിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ഒന്ന് ഓഫായി പോയി. ഞാൻ മാങ്ങ കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്നത് മാങ്ങ കട്ട് ചെയ്തതാണ്, നല്ല മാങ്ങ, നല്ല പഴുത്ത മാങ്ങ. അതിൻ്റെ ഇടയിൽ ഇതുപോലെ നമുക്ക് ജെല്ലിയും കൂടി വെച്ച് കൊടുക്കാം. ശരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനുള്ളത് കേട്ടോ. കഴിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ അടി ചേർത്ത് വേണം എടുക്കാനുള്ളത് കേട്ടോ, അപ്പോഴേ എല്ലാം പാകത്തിന് കിട്ടും. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ട ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൂന്തൽ പൊരിച്ചെടുക്കാനുള്ള മസാലയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ ഇതുപോലെ കൂന്തൽ നിറച്ചതൊക്കെ ഇതുപോലെ പൊരിച്ചെടുത്ത് ചെയ്തവരും നമ്മൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഈ മസാലയൊക്കെ തന്നെയാണോ അതേ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണോ ചെയ്യണത്? പറയട്ടെ, നിങ്ങളുടെ വിശേഷങ്ങളൂടെ പറയുക. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. വെച്ചിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ചിലർ ആവി ഏറ്റിയിട്ട് ഇപ്പം നമ്മൾ കണ്ട മാതിരി ആവി ഏറ്റിയിട്ട് ചെയ്യും. പിന്നെ ആവി ഏറ്റാതെ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കൂടി പറയുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രൈ പാൻ എടുത്ത് വെച്ചു. ഇതെല്ലാം നമ്മളുടെ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളിൽ തന്നെയാണ് ഞാനിന്ന് കുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലത്തെ പാന് എൻ്റെ അടുത്ത് ഇതിനു മുൻപ് വേറെ ടൈപ്പ് പാനാണ് ഉള്ളത്. അതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പം അടിപൊളിയാണ് കേട്ടോ. കാരണം അടിക്ക് പിടിക്കുക ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഈ പലരും എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കുക്ക് ചെയ്യണ കണ്ടോണ്ട് പറയും, ഞാൻ ഇതുപോലെ പാൻ എടുത്ത് വെച്ച് കുക്ക് ചെയ്തു അടിക്കൊക്കെ പിടിച്ചു, അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കങ്ങ് വിഷമം തോന്നും കേട്ടോ. ഇത് നമ്മൾ അടി കട്ടിയുള്ള പാൻ വേണം, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ പാത്രങ്ങൾ എടുക്കുമ്പോഴേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ദീർഘകാലം നിൽക്കുന്ന പാത്രങ്ങളായിരിക്കും പിന്നെ നമ്മളെ അടുക്കളയിലുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം എടുക്കുന്നതിലൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തെങ്കിലും നമ്മൾ കണ്ട് ഭംഗി നോക്കി എടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെന്നറിയാവോ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ മൂടി വെച്ചു കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ നമുക്ക് ഇതൊന്ന് തിരിച്ചു വെച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കണത്. അതിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാ കണ്ട അവിടെ തെറിക്കുന്നത്. ഞാൻ ഇപ്പം ഇളക്കാൻ വേണ്ടിയിട്ട് അടപ്പൊന്ന് മാറ്റിയതാണ് കേട്ടോ. അപ്പം ഇതിപ്പം ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ശേഷം പേടിച്ചാണ് ഇങ്ങനെ നീക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് പൊട്ടിത്തെറിക്കുമ്പോഴേക്ക്.
എന്നിട്ട് ഇനിയിപ്പം നമുക്ക് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചു. ഇപ്പം ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് സൽമാനും ഫാബിമോൾക്കും ഒക്കെ പുറത്തൊരു നോമ്പുറയും ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവർ പോകാൻ നിൽക്കുമ്പോഴേക്കും ഞാൻ സനമോളെ കുളിപ്പിക്കാൻ എപ്പോഴത്തെയും പോലെ ഇവിടെ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം അവൾക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് കളിക്കണം. എവിടെ മോളെ എവിടെ പോണ് സന ബേബി? ഇന്ന് നമ്മുടെ സുൽത്താൻ കൊച്ചാൻ ഉടുപ്പാണ് ഇടാൻ പോണത്. വേറെ സുൽത്താൻ കൊച്ചാന്റെ ഉടുപ്പാനിടുന്നേ. ഞങ്ങള് സുൽത്താൻ കൊച്ചൻ കൊണ്ടുവന്ന് പുതിയ ഉടുപ്പാ. സുൽത്താൻ കൊച്ചൻ കൊണ്ടുവന്ന് ഉടുപ്പാണ് കണ്ടാ സന ഇടാൻ പോണത്. നമുക്കിടാം. സന ബേബി ഇടാൻ പോണ ഡ്രസ് അല്ലേ? അടിപൊളി. ഉടുക്കിട്ടെടുക്കട്ടെ സന ബേബിക്ക്. സന ബേബി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കാണാം. അപ്പൊ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്ക് ഇവരൊക്കെ റെഡിയായി വരുവാണ്. അപ്പം സനമോള് വെളിയിൽ പോകുന്ന ആ ഒരു സന്തോഷം, പിള്ളേരുടെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടാ. നോക്കട്ടെ, അതെ ഇത് വേണോ? സന ബേബിക്ക് എത്ര കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലേ. ഓ ഏത് വേണം? അപ്പൊ നമ്മുടെ റിസ്വാൻ ഇതിനിടയിൽ വിളിച്ചപ്പോഴേക്ക് പറയുന്നുണ്ട് കേട്ടാ, ഇനി ഇൻഷാല്ലാ പെരുന്നാളാകുമ്പോ റിസ്വാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഉമ്മ ഇനി സനമോളുടെ മുടി മൊട്ട അടിക്കരുത് കേട്ടോ. അവന് സനമോളെ മുടി ഇങ്ങനെ മൊട്ട അടിക്കുന്നത് ഇഷ്ടമില്ല. ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, എന്തിത്താ ഇങ്ങനെ കുഞ്ഞിന്റെ മുടി എപ്പോഴെപ്പോഴും മൊട്ട അടിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല മുടി കിളിച്ച് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടാ. നമ്മൾ എത്രത്തോളം മൊട്ട അടിക്കുക അത്രത്തോളം നല്ല തിക്കായിട്ടൊക്കെ മുടിയൊക്കെ കിളിച്ച് വരും. അപ്പൊ എന്തായാലും ഇവര് പോവാൻ ഇറങ്ങി. കാരണം ഇവർക്ക് ആ കറക്റ്റ് ടൈമിന് അങ്ങ് എത്തണമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇന്ന് ഉണ്ടാക്കിയ ആ ഒരു 2 റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറയണം കേട്ടാ. കമന്റ് ചെയ്യാൻ ഒട്ടും പിശുക്ക് കാണിക്കരുതേ. അപ്പം ഞാൻ ഇത് തണുത്ത ശേഷം ഒന്ന് കാണിച്ചു തരാം. നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതിന് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പൊ അടുത്ത് നല്ല റെസിപ്പിയായ വ്ളോഗായിട്ടൊക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ.